ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ചെത്തിക്കടപ്പുറത്താണ്. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു കടപ്പുറമാണ് ചെത്തിക്കടപ്പുറം. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചെത്തിക്കടപ്പുറത്ത് എത്താൻ പറ്റും കേട്ടോ. ഇവിടെയാണ് ചാകര. വെളുപ്പിന് 5:30 മണിയൊക്കെ ആയപ്പോ ഇവിടെ എത്തിയതാണ്. പക്ഷെ ഇവിടെ ആ സമയത്തൊന്നും വള്ളങ്ങളൊന്നും ഇങ്ങനെ അടുക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വന്നപ്പോ ഓരോരോ വള്ളങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില വള്ളങ്ങളൊക്കെ കരയ്ക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുവാണ്. കരയ്ക്കോട്ട് കയറ്റുന്ന ഭയങ്കര പാടാണ് കേട്ടോ. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം അവര് കരയ്ക്ക് കയറ്റുന്നത്. ചില വള്ളങ്ങള് കടലിൽ വെച്ച് തന്നെ ഇതുപോലെ മീനൊക്കെ കുടഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അവര് വരുമ്പോ തന്നെ നേരെ കൊട്ടയും മീനുമായിട്ട് ലേലം വിളിക്കുന്ന അടുത്തോട്ട് പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇവരെന്താണ് കരയ്ക്ക് കയറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇനി മീൻ പിടിക്കാൻ പോകുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതുപോലെ കരയ്ക്ക് കയറ്റി കുടയുന്നത്. ഇതോടുകൂടി അവര് ഇന്നത്തെ അവരുടെ ജോലിയൊക്കെ കഴിയുമായിരിക്കും. ചിലരാണെങ്കിൽ അത് ഇങ്ങോട്ട് ഇറക്കി ലേലം വിളിക്കുന്നിടത്തോട്ട് കൊടുത്ത് ലേലം വിളിച്ച് കഴിഞ്ഞ് വീണ്ടും പോകാൻ അവർക്ക് താല്പര്യം കാണും. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ അറിവിൽ എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും ഇല്ലായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. കുറച്ചു നേരം കൂടെ ഇങ്ങോട്ട് കഴിയും തോറും ഭയങ്കര ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇനി അവസാനമാകുമ്പോഴത്തേക്ക് വീഡിയോയുടെ അവസാനം നിങ്ങളൊന്ന് കണ്ടോണം എന്തോരം ആളാണെന്ന് ഇവിടെ മീൻ മേടിക്കാൻ വരുന്ന. മീൻ കച്ചവടക്കാരും ഉണ്ട്, അതുകൂടാതെ മീൻ മേടിക്കാനായിട്ട് വരുന്ന സാധാ ആൾക്കാരും ഉണ്ട് കേട്ടോ. എല്ലാരും പിന്നെ ഇവിടെ വന്നാണ് മീൻ മേടിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ, ഐസിടാത്ത മീനൊക്കെ നമുക്ക് നല്ല ലാഭത്തിൽ മേടിച്ചോണ്ട് പോകാൻ പറ്റും. പിന്നെ ഈ ചെത്തിക്കടപ്പുറത്ത് വന്ന ഒരു പ്രത്യേകത എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുലിമുട്ടുണ്ട്. പുലിമുട്ടിന്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ടൈപ്പിലെ കാഴ്ചകളാണ് കാണാനിരിക്കുന്നത്. പുലിമുട്ടിന്റെ അപ്പുറത്തെ സൈഡിൽ നിറയെ പൊന്തുവള്ളക്കാരും വലവീശലുകാരൊക്കെ ഉണ്ട്. അവർ മീൻ പിടിക്കുന്നത് കാണാം. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അവരുടെ നല്ല ലാഭത്തിൽ മീൻ മേടിച്ചോണ്ട് പോകാൻ പറ്റും. പുലിമുട്ടിന്റെ ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ചാകരയുള്ളത്. ദേ കണ്ട, ചില വള്ളങ്ങൾ ഇങ്ങനെ കരയ്ക്ക് കയറ്റി വെച്ചേക്കുവാണ്. ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ടിട്ട് ഇത് കുടയും. ദേ ഇവരെ സഹായിക്കാൻ വേണ്ടി കുറെ പേര് നിൽക്കുന്നുണ്ട്. കുറെ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ. ഇവര് വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്യുന്നവരാണ്. ഇവരാരും മലയാളികളല്ല. ഇവര് ഹിന്ദിക്കാരും തമിഴരൊക്കെയാണ്. ഇവരുടെ ഉപജീവന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതുപോലുള്ള നമ്മുടെ വള്ളക്കാരെ സഹായിക്കും. വല കുടയാനും എന്തെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ ഇവരവസാനം ഇച്ചിരി മീൻ ഇവർക്ക് കൊടുക്കും. ആ മീൻ ഇവർ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ പൊട്ടയിലാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് കച്ചവടം ചെയ്യും. അപ്പം ഇവർക്കുള്ള പൈസ അതിൽ നിന്ന് അവർക്ക് കിട്ടും. നമുക്കാണെങ്കിൽ നല്ല ലാഭത്തെ പറയുന്നത് മീൻ മേടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെതാ തസ്മീർ എന്നോട് പറയാ ഇവിടെ തന്നെ വരണമെന്ന്. കാരണം കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവും. അപ്പൊ രണ്ടുപേര് രണ്ട് വഴിക്കായി പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്ഥലം പറഞ്ഞു വെച്ചാൽ അവിടെ തന്നെ വരണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്ന് കേട്ടാ. ഇത് കണ്ട, ഇതാണ് കാണേണ്ട കാഴ്ച. എന്നെ അതിശയിപ്പിച്ച ഒരു കാഴ്ചയാണ്. കുഞ്ഞൊരു വള്ളമാണ്, പൊന്തുവള്ളം പോലെ ഇരിക്കുന്ന ഒരു വള്ളമാണ്. പൊന്തുവള്ളമാണെന്ന് തോന്നുന്നു. സാധാരണ പൊന്തുവള്ളം ഇങ്ങനെയല്ല ഇരിക്കുന്നത്, പക്ഷെ അത്രേ ഉള്ളൂ. അതിന്റെ അകം അതുപോലൊക്കെ ഇരിക്കും. പക്ഷെ ഈ വല നിറയെ മീനാണ് ഈ കുഞ്ഞു വള്ളത്തില്. വലിയ വലിയ വള്ളക്കാര് വന്ന് നിർത്തിയിട്ട് പോലും അവർക്ക് ഇച്ചിരി മീനാണ് കിട്ടിയത് കേട്ടോ. പക്ഷെ ഈ വലയല്ല, ഈ വള്ളത്തിന്റെ അകത്ത് മൊത്തം മീനാണ്. അഴിച്ചിടുമ്പോ നമുക്കത് മനസ്സിലാകും എന്തോരം മീനുണ്ടെന്ന്. നല്ല നല്ല അയിലയും മത്തിയൊക്കെ ഉണ്ട്. വലിയ വലിപ്പമുള്ള മത്തിക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. മത്തി കിട്ടൽ കുറവാണ്, നല്ല വിലയുമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ നമുക്ക് തൂക്കി മേടിക്കാം. അല്ലാതെ ലേലം വിളിച്ച് വാങ്ങിക്കണേ അതും വാങ്ങിക്കാം കേട്ടോ. എല്ലാ ടൈപ്പിലെ മീനും ഇവിടെ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പുലിമുട്ടുണ്ട്. പുലിമുട്ടിന്റെ അപ്പുറത്തെ സൈഡിൽ നിറയെ പൊന്തുവള്ളക്കാരും വലവീശലുകാരൊക്കെ ഉണ്ട്. അവർ മീൻ പിടിക്കുന്നുണ്ട്. ഒരുപാട് പേര് നിരന്ന് നിന്നാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. അവരുടെ ഇന്ന് നമുക്ക് മീൻ മേടിച്ചോണ്ട് പോകാൻ പറ്റും. കൂടാതെ നമുക്ക് വീശണമെങ്കിൽ അവിടെ നിന്ന് വീശി മീൻ പിടിക്കാൻ, ചൂണ്ടയിടാം, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. ഈ വീഡിയോയിൽ എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാകരപ്പാടും ഉണ്ട്, അതായത് പുലിമുട്ടിന്റെ അപ്പുറത്തെ കാഴ്ചകളും ഉണ്ട്. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ട, ഓരോരോ വള്ളങ്ങള് ഇതുപോലെ കരയ്ക്ക് കയറ്റി വെച്ചേക്കുവാണ്. എന്നിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മത്തി അയിലൊക്കെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വള്ളങ്ങൾ ഈ കടലിൽ തന്നെ വള്ളം നിർത്തിയിട്ട് ഇതുപോലെ നമ്മുടെ കൊട്ടയിൽ മീനുമായിട്ട് ഏലം വിളിക്കുന്നോട്ട് അടുത്തോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്.
പക്ഷെ അവര് കുടയുന്നൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു കടലിൽ വെച്ച് തന്നെ കുടഞ്ഞിട്ട് മീനുമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ ഉദ്ദേശം വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോകാനായിരിക്കും. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കരക്ക് കയറ്റിയിരിക്കുന്നവര് ഇനി പോകത്തില്ലായിരിക്കും. ഇവിടെ നിന്ന് കുടഞ്ഞ് ഇന്നത്തെ അവരുടെ ഡ്യൂട്ടി കഴിയുമായിരിക്കും. ഇവിടുന്ന് തന്നെ വിറ്റിട്ട് പോവുമായിരിക്കും. പക്ഷെ ചിലവരങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വള്ളങ്ങൾ ഇങ്ങനെ വന്നും പോയി നിൽക്കും കേട്ടാ. ഏത് സമയത്ത് വന്നാലും നിറയെ മീൻ കിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് ചാകര സമയമായുണ്ട്. നല്ല അയിലയുടെ വലിപ്പമുള്ള മത്തിയാണ്. മത്തി കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ കേട്ടാ. വലിയ വള്ളമുണ്ട്, ചെറിയ വള്ളങ്ങളും ഉണ്ട്. ദേ ലേലം വിളി കണ്ടോ. രണ്ടേ മുക്കാൽ 300 പെണ്ണുകളിലേക്ക് നമ്മൾ ജീവിക്കണം. 350 കേട്ടോ. ഈ കാശ് വെച്ച് 350 ഇത് കണ്ട മാന്തല് വെച്ചേക്കുന്ന കണ്ട. മാന്തല് ശരിക്ക് കയറിയിട്ടുണ്ട് കണ്ട. മാന്തലിന് 1 കിലോയ്ക്ക് 210 രൂപ വെച്ച് ഇവിടെ തൂക്കി കൊടുക്കുന്ന. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലേലം വിളിച്ച് വേണമെങ്കിലും എടുക്കാം. കുറച്ച് മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ലേലം വിളിച്ചെടുക്കാം. കൂടുതൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ഇവര് തൂക്കത്തിനനുസരിച്ചാണ് ലേലം. ഇപ്പൊ 1 കിലോയ്ക്ക് ഇത്ര രൂപയെന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാഭമാണ്. ഞങ്ങൾ വന്നപ്പം ഇവിടെ ആരെയും കണ്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നേ കണ്ടുള്ളൂ കേട്ടോ. കുറച്ചു നേരം കൊണ്ട് കഴിഞ്ഞപ്പോ ജനം ഇങ്ങോട്ട് ഇളകി വന്നു. എന്റെ പൊന്നോ, നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. അത് കണ്ടില്ലേ, ഓരോരോ വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇടവിട്ട് വള്ളങ്ങൾ വരുവാണ്. അതിൻ്റെ അകത്തൊക്കെ നിറയെ മീനാണ്. എല്ലാരും മീനുമായിട്ട് ഓടുവാണ്. എന്തിനാ? ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ ലേലത്തിന്റെ ഇടയിലൊന്നും നമുക്ക് കയറി പറ്റാനേ പറ്റുന്നില്ല. അത്രയ്ക്ക് തിരക്കാണ്. കണ്ട ആളെ കണ്ടില്ലേ? ഒരുപാട് കച്ചവടക്കാര് ദൂരെ നിന്നൊക്കെ വന്ന് ഇവിടെ നിന്ന് മീൻ എടുത്തോണ്ട് പോകും. കൂടാതെ കറിക്ക് ആവശ്യമായ മീന് വേണ്ടി ഒരുപാട് വീട്ടുകാരും വന്ന് നിൽപ്പുണ്ട്. നമുക്ക് മേടിക്കാൻ വേണ്ടി ഫ്രഷ് മീന് ഇവിടുന്ന് നല്ല ലാഭത്തിൽ മേടിച്ചോണ്ട് പോകാൻ പറ്റും. മിക്ക കച്ചവടക്കാരും ഇവിടെയൊക്കെ ഉള്ളവര് ഇവിടുന്ന് മേടിച്ചോണ്ട് പോയിട്ടാണ് കച്ചവടം ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ എന്തായാലും നിറയെ മീനൊക്കെ മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. കുറെ മീനൊക്കെ മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. എന്തൊക്കെ മീനാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല. എല്ലാം വാങ്ങിക്കണം. ദേ കണ്ട, ഇവര് വള്ളക്കാരെ കാത്തിരിക്കുവാണ്. പാവമുണ്ട്. എങ്ങനെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അവരുടെ ഈ പ്രായത്തില് അവർക്കൊരു സന്തോഷമല്ലേ. രാവിലെ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയതാണ് കേട്ടാ. പിന്നെ കുറച്ചു നേരം ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടും. ദേ കണ്ട, ചില വള്ളക്കാർ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് മീൻ. കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുടയുന്നില്ല അവര്. കുടയാതെ തന്നെ നേരെ ലേലം വിളിക്കുന്നിടത്തോട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരുപാട് കച്ചവടക്കാര് മീൻ എടുക്കാൻ നിപ്പുണ്ട് കേട്ടോ. ഒരാളെടുത്തില്ല, അടുത്ത ആള് ചാടിക്കേറി അങ്ങ് എടുത്തോണ്ടിരിക്കുവാ. അത്രയ്ക്ക് ആള് നിക്കുവാണ് മേടിക്കാൻ വേണ്ടി തയ്യാറായി. ഈ ലേലത്തിന്റെ ഇടയിൽ തന്നെ ഭയങ്കര വഴക്കും കാണാം. എന്ത് രസമാണല്ലേ മീൻ കാഴ്ചകളൊക്കെ കാണാൻ. മത്തിക്ക് കിടക്കുന്ന കണ്ട. ഇതൊക്കെ ലേലം വിളിയൊക്കെ കഴിഞ്ഞിട്ട് ചിലര് ലേലം വിളിച്ച് കുറച്ച് മീനൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ചിലര് തൂക്കി വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. ഒരുപാട് മീനൊന്നും ആവശ്യമില്ലാത്തവര് തൂക്കി മേടിക്കും. കണ്ട, എന്തോരം പേരാന്ന് നോക്കിയാ മീൻ മേടിക്കാൻ നിൽക്കുന്നത്. നിറയെ മീനുണ്ട് കേട്ടോ. മത്തി കണ്ട, ഐസൊക്കെ ഇട്ട മീനല്ലേ അല്ലേ?
അത് നമുക്ക് ഉടഞ്ഞ ഒരു പരുവായിട്ടാണ് നമ്മുടെ ഈ കിട്ടുന്നത്. ഇത് നല്ല പിടിച്ചോണ്ട് വരുന്ന വാക്കിന് തന്നെ മീൻ മേടിച്ചോണ്ട് പോകാൻ പറ്റുന്നത്. കൂടാതെ ഐസ് വാങ്ങിക്കാൻ ഇവിടെ കിട്ടും കേട്ടോ. ദൂരോട്ടൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇവിടുന്ന് ഐസ് മേടിച്ചോണ്ട് പോകാൻ ഒരു കൊട്ടയുടെ പകുതി ഐസിന് 50 രൂപയാണ്. മീൻ കച്ചവടക്കാരാണ് കൂടുതൽ മേടിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പുലിമുട്ടിന്റെ അപ്പുറത്ത് പോയി. പുലിമുട്ടിന്റെ അപ്പുറത്ത് പോയപ്പോ ഇത് കണ്ട നിറയെ മഞ്ഞവറ്റയാണ് കിട്ടുന്നത്. വീശുമ്പോ തന്നെ നിറയെ മഞ്ഞവറ്റയാണ്. ഒരുപാട് വീശുകാർ ഇവിടെ വന്ന് ഇപ്പൊ ഉണ്ട് കേട്ടോ. എന്റെ പൊന്നോ, ഇത്രയധികം വീശുകാരെ ഒരുപോലെ കണ്ടിട്ടേ ഇല്ല. അത് കൂടാതെ പൊന്തുവള്ളക്കാരാ, നിറയെ പൊന്തുവള്ളക്കാരാണ്. അതിരാവിലെ ഒന്ന് നിങ്ങൾ ചെത്തിക്കിടപ്പുറത്തോട്ട് വന്നാ മതി. നിങ്ങൾക്ക് ചൂണ്ടയിടണ, അതായത് വീശണ, മീൻ മേടിക്കണ, എന്ത് വേണേലും ഇവിടെ വന്നാൽ സാധിക്കും. കൂടാതെ ഇതൊക്കെ കാണാൻ മാത്രം വരണമെങ്കിൽ വരാം. നല്ല അടിപൊളി കാഴ്ചയാണ്. പൊന്തുവള്ളത്തിൽ പോയി മീൻ പിടിക്കുന്നതൊക്കെ ഒന്ന് കാണണം. മീൻ പിടിക്കുന്ന കാണുന്നതൊക്കെ ഒരു ഹരമാണല്ലേ. മീൻ പിടിക്കാനും ഒരു ഹരമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഓരോ വീശുകാരുടെ അടുത്തോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഈ കടപ്പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടപ്പുറമായിട്ട് പോലും ഇവിടെ ഞാൻ വന്നിട്ടില്ല. കാശ്മീർ വന്നിട്ടൊക്കെ ഉണ്ട്. കാശ്മീർ അറിയുന്ന കടപ്പുറം, പക്ഷെ എനിക്കറിയത്തില്ല. ചെത്തി കടപ്പുറത്തിന്റെ അപ്പുറത്ത് വേറൊരു പുലിമുട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ചൂണ്ടക്കാരൊക്കെ ഉണ്ട്, നിറയുണ്ട്, വീശുകാരൊക്കെ ഉണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടോ, നിറയെ വീശുകാരാണ്. നിറയെ മീനും കിട്ടുന്നുണ്ട് കേട്ടോ രാവിലെ. എന്ത് രസമാണെന്ന് നോക്കിയേ അല്ലേ. കടലിലോട്ടൊന്ന് നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല അടിപൊളി കാഴ്ച. എന്ത് രസം. പൊളി വൈബ് എന്റെ പൊന്നോ. പിന്നെ ഈ സൈഡിൽ എന്ന് വെച്ചാൽ അധികം വൃത്തിയൊന്നും ഇല്ല കേട്ടാ. അഴുക്കായിട്ടൊക്കെ കിടക്കുവാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നടക്കണം ഇതിലെ കൂടെ നടക്കുമ്പോ. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ചാകരപ്പാടില്ലൊന്നും കുഴപ്പമൊന്നുമില്ല. കുറെ പേര് നിന്ന് വീശുവാണ്. ഇതൊരു ടൈം പാസ് കൂടാണ്, ചിലരുടെ ഹോബിയാണ് അല്ലെ വീശല്. നമുക്കൊക്കെ കാണാനും ഇഷ്ടമാണ്. പിന്നെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇത് ചിലര് അവരുടെ വീട്ടിലെ കറിക്ക് വേണ്ടി ഉപയോഗിക്കും, ചിലര് വിൽക്കുകയും ചെയ്യും കേട്ടാ. ഇത്രയധികം പൊന്തുവള്ളക്കാരെ ഒരുപോലെ ഞാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തോരം പൊന്തുവള്ളക്കാരാണെന്നറിയാവോ. ഇവര് രാവിലെ വന്ന് ഇവിടെ മീൻ പിടിക്കാൻ മാത്രം വരുന്നവരുണ്ട്, ഒരുപാട് പേര് ഇതുപോലെ. നിങ്ങൾ ചെത്തിക്കിടപ്പുറത്ത് വരുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ പുലിമുട്ടിന്റെ അപ്പുറത്തെ സൈഡിലോട്ടും കൂടെ വരണം കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ട, ഇതുപോലെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ വീശിയിട്ട്? നല്ല നിറയെ മഞ്ഞവറ്റയാണ്. എന്റെ പൊന്ന് ബ്രോ, സെറ്റപ്പാണ് കേട്ടാ നിങ്ങള്. ഭാഗ്യമുള്ളവർക്ക് മീൻ കിട്ടും, ഭാഗ്യമില്ലാത്തവർക്ക് മീനും കിട്ടത്തില്ല. ചിലർക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ബ്രോയുടെ ഒരു ഭാഗ്യമേ. ഈ പൊന്തുവള്ളക്കാരൊക്കെ ഉണ്ടാ. ഇനി നിങ്ങൾക്ക് കാണാം, കുറേ പൊന്തുവള്ളക്കാരുണ്ട്. അവർക്ക് നിറയെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് നമ്മുടെ ചാകരപ്പാടിൽ നിന്ന് കുറെ മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല ലാഭത്തിൽ കിട്ടി. കൂന്തലും ഞണ്ടും ചെമ്മീനും പിന്നെന്തുവായിരുന്നു, അങ്ങനത്തെ കുറച്ച് മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ആവൂലി. അതൊക്കെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു ചേട്ടൻ ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങൾക്ക് ആവൂലിയും കുറച്ച് മത്തിയും ഒക്കെ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വളരെയധികം ഹാപ്പിയായി. നല്ല ലാഭത്തിൽ മീൻ കിട്ടി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.